ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര മിഥുൻ പഠിച്ച ആ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വരും. അവിടെ വലിയ ജനക്കൂട്ടം ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിലാപയാത്ര 10 മണിക്ക് ആരംഭിച്ചതാണ്. വളരെ ചെറിയ സമയത്തിൽ അവിടെ എത്താൻ പറ്റേണ്ടതാണ്. പക്ഷേ വലിയ തോതിലുള്ള ജനക്കൂട്ടം റോഡിൻ്റെ ഇരുവശങ്ങളിലുണ്ട്. മിഥുനെ ഒരു നോക്ക് കാണുന്നതിനായി ഉണ്ട്. ഒപ്പം ശക്തമായ മഴ അവിടെ പെയ്യുന്നതായി അറിയാൻ കഴിയുന്നു. അതിനാൽ തന്നെ ഈ വിലാപയാത്രയുടെ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സ്കൂളിലേക്ക് വിലാപയാത്ര എത്തും. ഇപ്പോൾ സുധീഷ് ഗോപാൽ മിഥുൻ്റെ വീട്ടിൽ നിന്നും ചേരുകയാണ്. അവിടെ നിന്നും മറ്റൊരു വിഷമിപ്പിക്കുന്ന കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, മിഥുൻ്റെ അമ്മുമ്മ മണിയമ്മയെ അവശയായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ആ വീട്ടിലെ അന്തരീക്ഷം എന്താണ് എന്ന് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സുധീഷ്, എന്താണ് വിവരങ്ങൾ? ഗൗതം, അല്പം മുമ്പാണ് മിഥുൻ്റെ അമ്മുമ്മ മണിയമ്മയെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 2 ദിവസമായി ഒരേ തേങ്ങിലോടെ ഇവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു മണിയമ്മയാണ് വ്യാഴാഴ്ച രാവിലെയും മിഥുനെ ഒരുക്കി സ്കൂളിലേക്ക് പോകാൻ തയ്യാറാക്കി വിട്ടത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 9:30 തന്നെ ഈ വീട്ടിലേക്ക് അറിയിപ്പ് വരുന്നു, മിഥുൻ ഇങ്ങനെ ഷോക്കേറ്റ് അപകടമുണ്ടായിരിക്കുന്നു. പിന്നീട് അറിയുന്നു മിഥുൻ്റെ മരണം സംഭവിച്ചു എന്നുള്ള കാര്യം. ഇതുവരെയും ഉൾക്കൊള്ളാനോ അത് താങ്ങാനോ ഉള്ള മനക്കരുത്ത് മണിയമ്മയ്ക്കുണ്ടായിരുന്നില്ല. മണിയമ്മയുടെ മൂത്ത ചെറുമകനായിരുന്നു മിഥുൻ. ആ ഒരു സാഹചര്യം, ആ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ ഒരേ കിടപ്പായിരുന്നു. അത് ഇപ്പോൾ അതൊരു അവശതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. താങ്ങിയെടുത്താണ് കൊണ്ടുപോയത്. ഒന്ന് നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവണ്ണം അവശയായ നിലയിലായിരുന്നു മണിയമ്മ. ഇതേസമയം തന്നെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഇവിടെ എത്തിയാൽ ആൾക്കാർ വലിയ തിരക്ക് തന്നെ ഇവിടെയും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനടക്കമുള്ള ഒരു വഴി തയ്യാറാക്കുന്നതടക്കമുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അത് കയറി മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചാൽ മടങ്ങിപ്പോകുന്നതിന് ഒരു വഴിയും കയറി കാണുന്നതിന് പ്രത്യേകമായ ഒരു വഴിയും തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ സ്ഥലപരിമിതികൾ വളരെ വലുതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് എത്രയും സൗകര്യമായി അത് അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്നവർക്ക് സൗകര്യം ഒരുക്കുക എന്നതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നിശ്ചയിച്ചതിലും സമയക്രമങ്ങളാകെ മാറിയതുകൊണ്ട് തന്നെ പൊതുദർശനം സ്കൂളിലും നീളാനാണ് സാധ്യത. അതനുസരിച്ച് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുന്നതിന് കൂടുതൽ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ നിശ്ചയിച്ചിരുന്നതെങ്കിൽ കൂടിയും അത് അല്പം കൂടി നീണ്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് 1 മണിയോടെങ്കിലും മൃതദേഹം എത്തിക്കണമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം ഈ ജനബാഹുല്യം കൊണ്ട് അതിന് തടസ്സമുണ്ടാകുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. മിഥുൻ്റെ അമ്മ ഇപ്പോൾ തുറവൂർ ഭാഗം കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. അങ്ങനെയെങ്കിൽ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എത്തിച്ചേരുമ്പോഴത്തേക്കും മൃതദേഹം ഇവിടെ എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ വീട്ടിൽ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങിനുള്ള ചിതയൊരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഉച്ചയോടുകൂടി പൂർത്തിയാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഗൗതം, മിഥുൻ്റെ അമ്മുമ്മയെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക്, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ആരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ആ കൊച്ചു വീട്ടിൽ നിന്നും പുറത്തു വന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി മിഥുൻ്റെ അമ്മ വിദേശത്ത് നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്നും ഇപ്പോൾ പോലീസിൻ്റെ സഹായത്തോടുകൂടി എത്രയും പെട്ടെന്ന് ആ അമ്മയെ കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി സുജ ഈ വീട്ടിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരമാണ് മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. ഇപ്പോൾ വിലാപയാത്ര ഈ സ്കൂൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ്. സ്കൂളിൽ നിന്നും മനോജ് വീണ്ടും ചേരുകയാണ്. മനോജ്, വളരെ വൈകാരികമാകുന്ന ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ ആ സ്കൂൾ വളപ്പിൽ നിന്നും ആശുപത്രി പരിസരത്ത് നിന്നും ഒപ്പം മിഥുൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിലെ അവസ്ഥ എന്താണ്? മിഥുനെ ഒരു നോക്ക് കാണുന്നതിനായി സഹപാഠികളും അധ്യാപകരും അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ ആ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. മനോജ്.
ഗൗതം, മിഥുൻ്റെ ഭൗതികദേഹം ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിക്കുകയാണ്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. സ്കൂളിനുള്ളിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് കടന്നു വരും. എന്തായാലും വളരെയധികം സങ്കടത്തോടുകൂടി അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെയുള്ള ഓരോ കുട്ടികളും ഓരോ അധ്യാപകരും അടക്കം. അതോടൊപ്പം നാട്ടുകാരും നിരവധിയായി ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. ആയിരങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ സംഭവമാണ്. ആ സ്കൂൾ മുറ്റത്ത് തന്നെയാണ് ആ മിഥുൻ്റെ ചേതനയേറ്റ ശരീരം എത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എത്തും എന്നാണ്, അതായത് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സ്കൂൾ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് റോഡിലായാലും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഓരോ ഭാഗത്തും വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഇവിടേക്ക്, അതായത് ഈ കവാടത്തിനുള്ളിലേക്ക് ഈ വാഹനം അല്പസമയത്തിനകം കയറും എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ NCC കേഡറ്റ്സുകളും ഇവിടെ ആളുകളെയൊക്കെ, അതായത് ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാരെയൊക്കെ ഒരു വശത്തേക്ക് മാറ്റുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരത്തെ തീരുമാനിച്ചിരുന്നത് 10 മണി 10:30 എത്തിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാകും വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. എന്തായാലും സമയം കൂടുതൽ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുവാൻ വലിയ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അവരോടൊപ്പം വന്നപ്പോൾ തന്നെ ഈ സമയമൊക്കെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും ഇവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് 1:30 ആകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് കൂടുതൽ പേര് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നത്. കരളലിയിപ്പിക്കുന്ന സങ്കട കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ആ വീട്ടിലേക്ക് പോകുമ്പോഴായാലും സ്കൂളിലായാലും എല്ലാ ഭാഗത്തും അതുതന്നെയാണ്. തങ്ങളുടെ സഹപാഠിയെ സ്വീകരിക്കുവാൻ വേണ്ടി, അതായത് ഇങ്ങനെ ഈ ഒരു ഇപ്പോൾ മിഥുൻ്റെ ഒരു മൃതദേഹം ആ 13 വയസ്സുകാരനെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിനുള്ളിലേക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഈ സ്ഥലത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഇവിടെയാണ് പൊതുദർശനത്തിന് വയ്ക്കുക. എന്തായാലും നമ്മളത് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. ഒരുപാട് പേർ അങ്ങനെ അതിനു ചുറ്റും അങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ആ തിരക്കുകൾക്കിടയിലൂടെ ആ കുഞ്ഞു ശരീരം, അതായത് മിഥുൻ്റെ ആ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ആ സ്കൂളിൻ്റെ തിരുമുറ്റത്ത്, അവൻ പഠിച്ചു വളർന്ന ആ സ്കൂളിൻ്റെ തിരുമുറ്റത്ത്, അവൻ കളിച്ചു വളർന്ന ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് അവൻ എത്തിയിരിക്കുകയാണ്. മിഥുൻ അങ്ങനെ ചേതനയേറ്റ ശരീരമായി ആ സഹപാഠികളുടെ കണ്ണീരിവിടെ ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും എല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനു ചുറ്റും. എന്തായാലും ഈ സമയം ആ കണ്ണീർ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ സ്കൂളിന് മുന്നിൽ, അവൻ അപകടം സംഭവിച്ച സ്കൂളിന് മുന്നിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പൊതുദർശനമാണ്. 2 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ രാവിലെ മുതൽ തന്നെ ഒരുക്കിയിരുന്നു. എന്തായാലും ആ സ്കൂളിൻ്റെ തിരുമുറ്റത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവനെ ആശുപത്രിയിൽ നിന്നും ആദ്യം എത്തിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം സംഭവിച്ച ഈ ഒരു അപകടം, അങ്ങനെ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ആ പൊലിഞ്ഞ ജീവൻ, ആ ചേതനയേറ്റ ശരീരവുമായി ആ സ്കൂളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്കൂളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോരുത്തരും കാണുവാൻ വേണ്ടി, ഒരു അവസാനമായും ഇതിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയക്രമങ്ങൾ അതെല്ലാം മാറിയിരിക്കുന്നു. ഒരു നാടൊന്നാകെ തന്നെ കണ്ണീരിലാഴുന്ന ആ നിമിഷങ്ങൾ, ആ ദിവസങ്ങൾ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായും വൈകാരികമായിട്ടുള്ള ഒരു ദിവസമാണ്, ഒരു നിമിഷങ്ങളാണ് ഇതൊക്കെയും. ഇവിടേക്ക് സ്കൂളിന് മുന്നിലേക്ക് മിഥുനെ എത്തിക്കുമ്പോൾ ആ ചുറ്റും അങ്ങോട്ട് തിരിയാൻ പോലും ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. കാരണം അത്രയധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓരോരുത്തരും അങ്ങനെ മിഥുനെ കാണുവാനായി എത്തുകയാണ്. അത് പ്രദേശവാസികളായാലും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഓരോരുത്തരും എത്തുന്നു. എന്തായാലും അനാസ്ഥ കാരണം ഒരു ജീവൻ പൊലിഞ്ഞത്, അത് കഴിഞ്ഞ 2 ദിവസമായി ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളടക്കം ഈ സ്കൂളിന് മുന്നിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നെല്ലാവരും ആ സങ്കടക്കാഴ്ചയിലേക്ക്, അതായത് ആ സങ്കടത്തോടു കൂടി
കണ്ണീരോടുകൂടി അങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും മിഥുൻ്റെ മൃതശരീരം ഇപ്പോൾ ഇവിടെ സ്കൂളിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. അതായത് ഇവിടെ എത്തിയിട്ടുള്ളവർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ. അതിനുവേണ്ടി പോലീസും അതോടൊപ്പം തന്നെ NCC കേഡറ്റുകളും ഒക്കെ ഇവിടെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, അതായത് ഓരോ കുട്ടികൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നു. മുൻപത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും സ്കൂളുകളുടെ അവസ്ഥ എന്താണെന്ന്. അവസാനമായി ഇപ്പോൾ ഈ തേവലക്കര ബോയ്സ് സ്കൂളിലും ഇങ്ങനെ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങൾ പിന്നീടാണ് ആ ചേതനയേറ്റ ശരീരം ഇപ്പോൾ സ്കൂളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മിഥുൻ്റെ അമ്മ സുജ വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മിഥുൻ്റെ ഭൗതികദേഹം ഇവിടേക്ക് ആശുപത്രിയിൽ നിന്നും സ്കൂൾ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി കൂടെ പഠിച്ച സഹപാഠികളുണ്ട്, അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളുണ്ട്. എല്ലാവരും ഇവിടെ അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു രാവിലെ മുതൽക്ക് തന്നെ. കാരണം തൻ്റെ സഹപാഠിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, ആ കണ്ണീർ കാഴ്ചയിലേക്ക് നമ്മൾ രാവിലെ മുതൽ തന്നെ അവരുടെയൊക്കെ മുഖങ്ങൾ കണ്ടതാണ്. കാരണം അത്രയധികം ദിവസം അവനോടൊത്തൊരുമിച്ചിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, അവൻ്റെ കൂടെ കളിച്ചു നടന്ന കുട്ടികൾ, അവർക്കൊക്കെ തന്നെ വലിയ ഞെട്ടലായിരുന്നു അവൻ്റെ ഈ ഒരു അപകടമുണ്ടായതും പിന്നീട് മരണം സംഭവിച്ചിട്ടുള്ളതും. എന്തായാലും ഈ സമയം നമുക്കിവിടെ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും, പോലീസിന് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമാണ് ജനത്തിരക്ക്. എല്ലാവരും അങ്ങനെ മിഥുനെ കാണുവാനായി ഇവിടേക്ക് എത്തി. മിഥുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് യാത്ര അയക്കുവാനായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ, ഓരോരുത്തരുടെയും കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു അനാസ്ഥയുടെ ഇരയായി മാറിയിട്ടുള്ള ഈ അധികൃതരുടെ വീഴ്ച സംഭവിച്ച ഈ സ്കൂൾ മുറ്റത്ത് ആ ചേതനയേറ്റ ശരീരം കിടക്കുമ്പോൾ അതിൻ്റെ നടപടികളൊന്നും തന്നെ ഇതുവരെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ ഇതുവരെ അധികൃതർക്കായിട്ടില്ല എന്നുള്ളതാണ്, സർക്കാരിനായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാന അധ്യാപികയെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും ഇനിയും എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് ഇവിടെയുള്ള നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഇതുവരെയും നടപടിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്, പൊതുദർശനത്തിനായി വച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും അവനെ കാണുമ്പോൾ അവൻ്റെ അതായത് സ്വന്തം കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരിക, ഇവിടേക്ക് പഠിക്കുവാൻ വിടുന്ന സ്വന്തം കുഞ്ഞുങ്ങളെ. കാരണം അവൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട്, അവരുടെയൊക്കെ രക്ഷിതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി. ആ സമയത്തൊക്കെ തന്നെ അവരുടെ മനസ്സിൽ വരിക തൻ്റെ കുട്ടികളുടെ മുഖമാണ്, ആ കുഞ്ഞുങ്ങളോട് ഒന്നിച്ചിരുന്ന് പഠിച്ച മിഥുൻ്റെ മുഖമാണ്. കാരണം ഈ സ്കൂളിലെ അനാസ്ഥ, ഈ സ്കൂളിൻ്റെ അത്തരത്തിലുള്ള അനുമതിയില്ലാത്ത നിർമ്മാണവും അതോടൊപ്പം തന്നെ KSUBയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുള്ള അനാസ്ഥ എല്ലാം തന്നെ തങ്ങളുടെ കുട്ടികൾ സുരക്ഷിതമാണോ എന്നുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ഓരോ രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചത്. അതുതന്നെയാണ് ഇവിടേക്ക് അവർ എത്തുമ്പോൾ കൂടുതൽ, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവൻ്റെ മൃതദേഹം ആശുപത്രിയിലായിരുന്നു, ആ മോർച്ചറിയിലായിരുന്നു. ഇന്ന് ഇവിടേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽക്ക് തന്നെ ഈ സ്കൂൾ പരിസരത്തേക്ക് വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതോടൊപ്പം ഈ പ്രദേശവാസികളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലും പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. അവരൊക്കെ കണ്ണീരോടുകൂടി തൻ്റെ കൂട്ടുകാരനെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. അധ്യാപകർ എത്തുന്നു, തൻ്റെ വിദ്യാർത്ഥി, അതായത് ഈ ഒരു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥി, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു കായിക ഇനങ്ങളിൽ പോലും കൃത്യമായിട്ടുള്ള മികവ് അവൻ തെളിയിച്ചിരുന്നു. ആ ഒരു വിദ്യാർത്ഥിയെയാണ് ഈ സ്കൂളിന് നഷ്ടപ്പെട്ടത്, അധ്യാപകർക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെയൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മകനെയാണ് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. ആ വീട്ടിൽ പോയാൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട കണ്ണീർ കാഴ്ച, അവിടെ ഹൃദയം വേദനിക്കുന്ന, അതായത് ആ വേദനയുടെ നിമിഷങ്ങൾ അവിടെ എത്തുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയധികം ഒരു വേദന കാഴ്ചയായിരുന്നു. എന്തായാലും ഇതിൻ്റെ അമ്മ ഇന്ന് വീട്ടിലേക്ക് എത്തുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അമ്മ എത്തിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകളെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും അമ്മ ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് എത്തി, അതിനുശേഷം നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയമാണ് ഇവിടെ ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. എന്തായാലും ആ സങ്കടക്കാഴ്ചയിലാണ് നാം ഓരോരുത്തരും, ആ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഉള്ളത്. രാവിലെ പ്രകൃതി പോലും കരഞ്ഞ ആ നിമിഷങ്ങൾ നമ്മൾ
നമ്മൾ കണ്ടതാണ്. ആ മഴ പെയ്തൊന്നും ആ മഴയൊന്നും തന്നെ വകവയ്ക്കാതെ ഇവിടെ ജനങ്ങൾ അങ്ങനെ തടിച്ചുകൂടിയിരുന്നു. കാരണം ആ ഒരു നിമിഷം, അതായത് ഈ പൊതുദർശനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു വട്ടം ആ മിഥുന്റെ മുഖം കാണുവാൻ വേണ്ടിയിട്ടാണ് അവരോരോരുത്തരും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ പോലീസിനും നിയന്ത്രിക്കാവുന്നതിലപ്പുറമാണ് ജനക്കൂട്ടമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയധികം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. മിഥുൻ പഠിച്ച ക്ലാസ് റൂമൊക്കെ നമ്മൾ കണ്ടതാണ്. മിഥുന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മണ്ണിലേക്ക്, സ്കൂൾ കെട്ടിടത്തിന് മുന്നിലേക്ക് ഇപ്പോൾ അവൻ എത്തുമ്പോൾ അവനെ കാത്തു നിൽക്കുന്ന ആ ജനസാഗരത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ ഒരേ മനസ്സോടുകൂടി, ഒരേ വേദനയോടുകൂടി അങ്ങനെ ഓരോരുത്തരും കാണുകയാണ്. അതിനുവേണ്ട സൗകര്യം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനത്തിനായി ഈ മൃതദേഹം എത്തിച്ച് ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകം ചുവപ്പ് പരവതാനിയൊക്കെ വിരിച്ച് അതിന് മുകളിലാണ് ഈ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ഇനി പോലീസ് നിയന്ത്രണത്തിലൂടെയാകും ഓരോരുത്തരും ഇതിനെ ഒരു നോക്ക് കാണുക. അങ്ങനെ കണ്ടു മടങ്ങുവാനായി ഇവിടെ എത്തിയിട്ടുള്ള ജനക്കൂട്ടത്തെയാണ് നാം കാണുന്നത്. ഓരോ ഭാഗത്തു നിന്നും ആ വേദനയോടെ ഇവിടേക്ക് എത്തിയ ഓരോ മുഖങ്ങളും നമുക്ക് രാവിലെ മുതൽ തന്നെ കാണുവാൻ സാധിച്ചു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഫിറ്റാണ് എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു സ്കൂൾ കെട്ടിടം, ഈ സ്കൂൾ കെട്ടിടത്തിന് സമീപത്തായുള്ള ആ ഗ്രൗണ്ടിന് മുകളിലൂടെ പോയ വൈദ്യുത ലൈനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി കാണുന്നതാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷ അതിന് പ്രാധാന്യം നൽകാതെ മറ്റു കാര്യങ്ങളിൽ മാത്രം പ്രാധാന്യം നൽകി മുന്നോട്ട് പോയിരുന്ന ഒരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റിന്റെ അനാസ്ഥ കാരണവും അതോടൊപ്പം തന്നെ KSEBയുടെ ഒക്കെ അനാസ്ഥ കാരണം സംഭവിച്ചു ഈ ഒരു അപകടം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് ആ അപകടം ഉണ്ടായിട്ടുള്ളത് എന്ന്. ആ ക്ലാസ് മുറിക്കുള്ളിൽ നിന്നും കുട്ടി ഷീറ്റിന് മുകളിലേക്ക് കയറുമ്പോൾ ആ വൈദ്യുത ലൈനിൽ അബദ്ധവശാൽ അതിൽ തൊടേണ്ടി വരുന്നു. അങ്ങനെ അത്തരത്തിൽ അതിലേക്ക് വീഴുന്ന ആ ദൃശ്യങ്ങൾ, ആ ദാരുണാന്ത്യത്തിന്റെ ദൃശ്യങ്ങൾ, അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ചകൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ മാനേജ്മെന്റിന്റെ പ്രതികരണം ആ കുട്ടിയെ പഴിചാരുന്ന രീതിയിലായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ മറ്റ് അധികൃതരുടെയും അനാസ്ഥയുടെ ഏറ്റവും അവസാനത്തെ പ്രതീകമായി മാത്രമേ നമുക്ക് ഈ കൊച്ചുകുട്ടിയെ കാണാൻ സാധിക്കത്തുള്ളൂ. 13 വയസ്സുകാരന് സ്കൂളിൽ ഷോക്കേറ്റ് ദാരുണമായ അന്ത്യം. ഇപ്പോൾ മിഥുൻ്റെ ഭൗതികദേഹം അവൻ ഓടിക്കളിച്ച ആ മുറ്റത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരങ്ങൾ അവസാനമായി മിഥുനെ കാണാനായി അവിടേക്ക് ഒഴുകിയെത്തുന്നു. സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരം നടക്കും.